ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകനെയാണ് പൗലോസ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ഒരു ശുശ്രൂഷകനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഈശോയുടെ സ്വഭാവവും ഈശോയുടെ വചനങ്ങളും വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ശുശ്രൂഷകൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന സ്വഭാവ രീതികളും വൃത്തികെട്ട സ്വഭാവങ്ങളും ദുശീലങ്ങളും ആ പഴയ മനുഷ്യൻ ആ വൃത്തികെട്ട കുടുംബ പശ്ചാത്തലമൊക്കെ മനുഷ്യരുടെ മുമ്പിൽ വിളമ്പാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ ഈശോ ഒരു ശുശ്രൂഷകനെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആദ്യം സ്വയം മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അത്